ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുരുമുളക് ഇട്ടൊരു മീൻകറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ 10-15 മത്തിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല വൃത്തിയാണെന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, പിന്നെ ഇത്രയും വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അന്നേരം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ആ കുരുമുളകും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതങ്ങ് മാറ്റാവേ. എന്നിട്ട് നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആണെങ്കിൽ 3-4 ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇതാക്കി കൊടുക്കാമേ, ഒന്ന് ഇളക്കി കൊടുക്കാമേ. നമ്മളുടെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇല്ലേ, അത് കരിയാതെ വേണം എടുക്കാൻ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയോ കുരുമുളകോ ഇടാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ, നമ്മളാണെങ്കിൽ കറിക്ക് എടുക്കുമ്പോൾ മീനിങ്ങനെ ഇതുപോലെ വരഞ്ഞ് വേണമേ എടുക്കാൻ. കാരണം എന്ന് വെച്ചാൽ എന്നാലേ എരിവും പുളിയും ഒക്കെ അതിനകത്ത് പിടിക്കത്തുള്ളേ. അപ്പോൾ ഇങ്ങനെ ചെയ്യണേ. അന്നേരം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് കുരുമുളകും വെളുത്തുള്ളിയും പിന്നെ ഈ അരപ്പും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ. അന്നേരം നമ്മൾ എല്ലാം കൂടി അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണിത്. അന്നേരം ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ളൊരു പിഴുപുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, എടുത്ത് കട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണേ. അന്നേരം കടുകൊക്കെ ഇട്ട് കൊടുത്തേ. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കറിവേപ്പിലയൊക്കെ ഇടാവേ. അന്നേരം അതിനകത്ത് തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവേ. പക്ഷേ നല്ല കളറുണ്ട് കേട്ടോ. ഈ മൊബൈലിൽ ഇതുകൊണ്ടായിരിക്കാം പിന്നെ വേറൊരു കളറിൽ കാണുന്നു. പക്ഷേ നല്ല കളറുണ്ട്. ക്യാമറയുടെ വെട്ടം ലൈറ്റിൻ്റെയൊക്കെ ആയിരിക്കാം. അന്നേരം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളമില്ലേ, അത് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഈ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ. അന്നേരം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. അന്നേരം നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ പറക്കിയിടാം കേട്ടോ. അതുപോലെ ഒരുപാട് ചാറ് വെക്കില്ല കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഒരുപാട് വെള്ളം പോലെ വെച്ചാൽ കൊള്ളത്തില്ലേ. നോക്കപ്പോൾ മീനെല്ലാം പറക്കിയിടാവേ. അന്നേരം നമ്മൾ മീനൊക്കെ പറക്കിയിട്ടേ, മീനും അരപ്പും കൂടെ പറ്റിച്ചിരിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉള്ളേ. ഈ കറിയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് ചീനിയില്ലേ, ചീനി ഇവിടെ പറയുന്ന കപ്പയെന്നാണ്. ഞങ്ങൾ കുന്നിക്കോടാണ് എൻ്റെ വീട്. അപ്പം അവിടെയൊക്കെ പറയുന്ന ചീനി എന്നാണ്. അപ്പം ചീനിയും മീൻ കറിയും കൂടെ കൂട്ടാൻ നല്ല ബെസ്റ്റ് കറിയാണ്. എല്ലാവരും അത് ചെയ്ത് നോക്കണം കേട്ടോ. അന്നേരം നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. അന്നേരം നമ്മളുടെ കറിയെല്ലാം നല്ല നമുക്ക് തിളയ്ക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേ. ആവശ്യത്തിന് പുളിയോ ഉപ്പോ വല്ലതും വേണമെന്ന് നോക്കണേ, നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മളിപ്പം നന്നായിട്ട് കറിയൊക്കെ തിളയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട്
ചുറ്റിച്ചിട്ട് ഇറക്കാൻ പോവുകയാണേ. അന്നേരം നമ്മളുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിയെടുക്കാറുണ്ടേ നമ്മൾ ഇറക്കാറാവുമ്പോഴത്തേക്ക്. അന്നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.